അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉലൂമുദ്ദീനിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഹബീബുള്ള എന്ന ചാപ്റ്ററിലെ വർക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നുബയ്യിനു സിയാഖ് എന്ന് പറഞ്ഞ സന്ദർഭം വിവരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിഷമിറങ്ങി, വേദന ശമിച്ചു. ആ ഒരു സന്ദർഭം എവിടെയാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ സൗർ ഗുഹയിൽ ഉണ്ടായ ഒരു സന്ദർഭം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതൊന്ന് ചുരുക്കി എഴുതാം. എങ്ങനെ എഴുതും നമ്മൾ? സൗർ ഗുഹയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പാമ്പ് കടിയേറ്റു, കഠിനമായ വേദന. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കത്തിന് ഭംഗം വരുമെന്ന് കരുതി അദ്ദേഹം ഇളകിയില്ല. എന്നാൽ വേദന സഹിക്കാനാവാതെ കണ്ണുകൾ നിറഞ്ഞു, കണ്ണുനീരൊഴുകി. അവിടുന്ന് ഉണർന്നു. വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമിനീര് പുരട്ടി, വിഷമിറങ്ങി, വേദന ശമിച്ചു. ഇത്രയും ഭാഗങ്ങളാണ് ആ ഒരു ലൈനിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നുജീബ്, ഉത്തരം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൽ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. ലാസ്റ്റ് പാരഗ്രാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക, അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുക, സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക എന്നൊക്കെ അവിടെ എഴുതി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ലൈനിൽ എഴുതാൻ പറ്റുന്നിടത്തോളം എഴുതി വെക്കുക. ബാക്കി നിങ്ങൾ ബുക്കിൽ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്, അവിടെ നോക്കിയിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വേദന ശമിച്ചതെങ്ങനെ എന്നായിരുന്നു. അപ്പം അതിൻ്റെ ആൻസറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി, വിഷമിറങ്ങി, വേദന ശമിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ പുറത്ത് വഴിയിൽ ഇരിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ എന്തായിരുന്നു കാരണം? നമ്മൾ പാഠഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ അബ്ദുല്ലാഹിബ്നു റവാഹ എന്നുണ്ട്. പക്ഷെ നമ്മൾ പാഠഭാഗത്തോട്ട് വരുമ്പോൾ ഇബ്നു റവാഹ എന്ന് കാണുന്നുള്ളൂ. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. എന്നാണ് ഇനി കാരണം എന്താ നമുക്ക് എഴുതാം. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് വരികയായിരുന്നു. പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടു. അത് കേട്ട അദ്ദേഹം താൻ എത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർത്തിയ ശേഷമാണ് എഴുന്നേറ്റു പോയത്. ഇതായിരുന്നു അതിനുണ്ടായിരുന്ന കാരണം. അപ്പം അതുവരെ ആ മാർക്ക് ചെയ്ത ഭാഗം വരെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് തഖ്സീസ്, അസൈൻമെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഒരു പട്ടിക തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ സ്വലാത്ത് ചൊല്ലും, മദ്ഹ് പാടും, സുന്നത്തുകളൊക്കെ അധികരിപ്പിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ചൊല്ലും, ചരിത്ര പഠനങ്ങൾ
നബിതങ്ങളെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ വായിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറേ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ സ്റ്റോറികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കേൾക്കാനും പഠിക്കാനൊക്കെ തയ്യാറാവും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഒരു പട്ടികയാക്കിയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നബിദിനാഘോഷത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് നാം എന്തെല്ലാം ചെയ്യാറുണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലും, അതുപോലെ മൗലിദ് സദസ്സുകളൊക്കെ സംഘടിപ്പിക്കും, മദ്ഹ് പാടും, ഭക്ഷണ വിതരണം നടത്തും. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നെക്തുബു കമാഫിൽ മിസാൽ, എക്സാമ്പിളിലുള്ളതുപോലെ ഇവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് തന്ന എക്സാമ്പിൾ എന്താണ്? ഒരു സ്വലാത്താണ് അല്ലേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ്. അപ്പോൾ അതിൻ്റെ താഴെയിൽ ഡാഷ് ഇട്ടിട്ട് ലാസ്റ്റ് സയ്യിദിന മുഹമ്മദ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ മുകളിൽ തന്നതുപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ വരെ എഴുതി കൊടുക്കുക. ബാക്കി അവിടെ തന്നിട്ടുണ്ട് സയ്യിദിന മുഹമ്മദ്. പിന്നെ നമുക്ക് മൂന്നാമത്തത് എന്ത് കൊടുക്കാം? അല്ലാഹുമ്മ സ്വല്ലി അലാ നബിയിന മുഹമ്മദ് എന്ന് കൊടുക്കാം. അത് സെക്കൻഡ് ലൈനിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നാലാമത്തെ ലൈനിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചാപ്റ്ററിൽ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊക്കെ കംപ്ലീറ്റ് ആക്കുക, നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ നന്നായിട്ട് പഠിക്കുക, വായനാശീലം ഉണ്ടാക്കിയെടുക്കുക. എന്നെങ്കിലേ നമുക്ക് ബുക്കൊക്കെ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് വായിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.